അപ്പോൾ ഗായ്സ് നമ്മൾ ആരെ കാണാൻ പോവാണ്? ആരെ കാണാനാ പോണേ? ടൈഗർ. ഗായ്സ് നമ്മൾ ടൈഗറിനെ കാണാൻ പോവാണ്. ടാറ്റു എടുത്താ ഇതിൽ ടാറ്റു എടുത്താ ഇജാണോ വണ്ടി ഓടിക്കണേ? ഫസ്റ്റ് നമ്മൾ കാണാൻ പോണ മുതലനെയാണ്. അതിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മുതല ഷോക്കാണ് വന്നിട്ടുള്ളത്. മുതല ഷോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. മുതല ഷോ ഒരു മുതൽ ഷോ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് മുതല ഷോക്കാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ അതാ നമുക്ക് നല്ല ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അതാണ് മുതല സാറ്. മുതല ഷോ തുടങ്ങാൻ പോവാണ്. അതാണ് ബോസ്. ഓ പ്രാർത്ഥിക്കാട്ടോ മുതല കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ മുതല കടിക്കരുതേ, അയ്യോ രക്ഷിക്കണേ, എല്ലാം പറഞ്ഞ പോലെ. ഓ വാമായി എങ്ങനെ വെള്ളം നനച്ചൊന്നേ സെറ്റാക്കണേ. സ്ലൈഡിങ് ഉണ്ടോ? മുതലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലിനെ വിളിച്ചിപ്പിച്ചേട്ടോ. നമ്മള് പരിപാടി എന്തെങ്കിലും ഉണ്ടെന്ന് ഉമ്മക്ക് വെള്ളം പറഞ്ഞിപ്പിച്ചു അല്ലേ, അതേപോലെ സീനാണ്. ഓ അതാ അയ്യോ 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 ഇതെന്താ ഇങ്ങനെ ഇവിടെ കേറാൻ പറ്റുന്നില്ലല്ലോ. വലിയ വാലി. അയ്യോ ഇത് മറ്റേ സംഭവം തന്നെ കേട്ടോ. എന്ത് വെള്ളം പറഞ്ഞിപ്പിച്ചോ ഇമ്മേ സീന്. ഇപ്പൊ എന്റെ കൈ വറക്കണ്ടല്ലോ. തായ്ലാൻഡ് ഭാഷ അറിയണ ഇതാണെന്ന് തോന്നുന്നല്ലേ മുതല. ഓ ഇത് വമ്പ സാധനം കേട്ടോ. വെള്ളത്തിൽ കിടന്നപ്പോ ചെറിയ സാധനം അല്ലേ. ഇടക്കടാ തൊള്ള മുപ്പൊരു മനസ്സിലായി നടക്കൂലെന്ന്. കുട്ടിയാണോ വലുതാണോ എന്നുള്ളത് നീച്ചലറിയാം. മൂപ്പരൊരു ധൈര്യം. ഓ വലിയ കുട്ടിയൊന്നല്ല ഇമ്മേ. മുതൽ ഒരനക്കനങ്ങണില്ല. അവിടെ ഉണ്ടോ പോലെ വീക്ക്നെസ് പോയിന്റ് കാലിൻ്റെ അവിടെ. അതൊക്കെ സ്റ്റാച്ചു ആയിട്ട് വെക്കണേ. അനങ്ങാതെക്കാൻ പറഞ്ഞാണ്. അതാ 1 2 3 4. അവിടെ ഒന്നുണ്ട് കേട്ടോ മൂലൊക്കെ. എല്ലാരും പൊളിപ്പിച്ചു വിട്ട്. ണ്ട് അടക്കാൻ തുറന്നു കഴിഞ്ഞാല് ഇത്ര നേരം തുറന്നു നിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് മൂക്കിന്റെ അവിടെ ഒരു സംഭവം ഉണ്ട്. അതിമ തൊട്ടാൽ നമ്മൾ ഡിക്കൊക്കെ തുറക്കണ മാതിരി മൂക്കിന്റെ അവിടെ തൊട്ടാൽ തുറയും, മൂക്കിന്റെ അവിടെ പുറത്ത് തൊട്ടാൽ അടിയും. ഓ ഇത് കുട്ടിയാണ്. ഇതാണ് ഉള്ളിലിപ്പോ ചെറുത്തതാ അല്ലേ. ഓ സ്റ്റെപ്പ് കയറാൻ പോണതാ. അല്ല ഇതില് ഭയങ്കര മടിയന്മാരടാ. അവിടെയൊക്കെ തൊള്ള പൊളിച്ചെന്ന് തൊള്ള അറിഞ്ഞ് കരക്കി കടക്ക. ആദ്യം ഒന്ന് കുളിപ്പിച്ചേക്കാം. കുളി കഴിഞ്ഞു. പൊക്കോ. എന്താ ചെയ്യണതിനെ? മുതൽ തന്നെ അല്ലത്. ബാറ്ററിക്ക് എങ്ങാനും ഓടുകയാണോ?
ഐഷ് അല്ലാ കാക്കൻ തോന്നണതേ തല ഉള്ളിക്കിടാൻ പോവാണേ. എന്ത് ചെയ്യാൻ പോണേ? ആദ്യം മൂപ്പര് തല ഉള്ളിക്കിടാണ്. അല്ലാ കാക്കൊരു പേടിയൊക്കെ ഉണ്ട്. ആരാണ് പേടിപ്പിച്ചേ? മൂപ്പരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കേറാണ്. മൂപ്പര് ടെൻഷനായി. ഒച്ചണ്ടാക്കലെന്ന് പറഞ്ഞേ. മറ്റേ ഇയാളെപ്പോഴോ പൊളിച്ചിട്ടുണ്ട്. എന്റെ തൊള്ളയില് തലട്ട് പറഞ്ഞാണ്ട്. മറ്റോ അടഞ്ഞൂലേ? മതി കൊയങ്ങി തോന്നണ. എന്റെ മോനെ ജസ്റ്റ് മിസ്. വിരല് പോയോ? കാക്കാന്റെ ജീവപ്പം പോയിനി. മറ്റേ കാക്ക ഒരു ഒഴിവ് കിട്ടിയപ്പോ നേരെ വെള്ളത്തിക്കാട് പോയി, ആരും കാണാതെ. സീന് കാട്ടണേ. എന്റെ മോനെ കയ്യിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തെടുത്ത് ചെട്ടെടുത്ത് ജീവെല്ലാം പേടിയില്ലേ? എന്ത് ചെയ്യണം? മന്ത്രിച്ചു ഇതേ ബോസേ വേണ്ട. രക്താളും എല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഓ മറ്റാൾ അപ്പം തൊള്ളർന്നാ പിന്നെ കൂട്ടിയില്ല കേട്ടോ. എന്തിനാ അവിടക്കൊക്കെ വെള്ളം വരണേ? ആ അവിടുന്ന് സ്ലൈഡ് ചെയ്താണ്ട് വരാനാവുന്നുണ്ട്. അവിടുന്ന് സ്ലൈഡ് ചെയ്താണ്ടേ ഓ നേരെ ഇതിന്റെ തൊള്ളേക്ക്. ജസ്റ്റ് മിസ്. ഭാഗ്യം. മുതലിനെ കൊതിപ്പിക്കുക കള്ളൻ. എന്താ പറ്റിയത്? Put the hand inside the neck crocodile. You see the neck crocodile inside the neck. She take that off of each of the time. Outside neck, outside, yeah, back on. All right, show her. എന്താ ഉദ്ദേശം? മോനെ കയ്യിലുള്ളിലിട്ട് കൊല്ലി കുടുങ്ങിയാണ്ട്. ആരാണ് അവിടെ? ആ അപ്പൊ തന്നെ ഇതിനാദ്യം തന്നെ മുതലൊക്കെ ബീറ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്തന്നെ. ചില ബീറ്റിനെയൊക്കെ അടിച്ചാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ടാവും. ആ ഇത് തല ഉള്ളിലേക്കുള്ള തല. ഓ സീന്. അപ്പൊ തല ഉള്ളിക്കിടില്ലേ? ശരോ ഞാൻ അതിനൊന്നും മെല്ലെ പോയി തോണ്ട. കാക്ക
കുത്തി കുത്തി പതിനൊന്ന് അടി വാങ്ങും. അടിയല്ല കടി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടോ, മുതൽ തന്നെ നമുക്കില്ലേ എങ്ങനെ ഇതാക്കാറ്, വാല് പിടിച്ച് കളിച്ചാൽ മതി. വാല് പിടിച്ച് അങ്ങോട്ട് വലിച്ച അപ്പൊ ഒന്നും കാട്ടൂല മുതല. എന്താ ചെയ്യണേ? അല്ലാ കാക്കാന്റെ ധൈര്യം സംഭവിച്ചുട്ടോ. അതെങ്ങാനും പൂടിയാലേ ഉറങ്ങിക്കോട്ടെ. ചെറിയൊരു കമ്പി വടി കാണിച്ചാണ്ട് പേടിപ്പിച്ച, വെള്ളം പറന്ന് വെറുപ്പിക്കുക. വെള്ളം പറഞ്ഞപ്പോ കളറ് മാറിയോ മുതലന്റെ? ഗൈസ് പരിപാടി കഴിഞ്ഞു. അപ്പൊ എല്ലാരും പെരെ പോണു. ഒരുത്തിറങ്ങിപ്പോയി. ഇവനെന്താ കാട്ടണേ? അത് ഇവലൊക്കെ ഒരു ഡിസ്കില്ലേ, രാവിലെ വരിക, ഇങ്ങനെ നിക്കുക, കുറെ നേരം തൊള്ള പൊളിച്ചിക്കുക, പിന്നെ താത്തുക, ഇടക്ക് ആരെങ്കിലും വന്നാണ്ട് തലയിടും, അത് പോവും. ഇതൊരു പരിപാടി. പൊളിച്ചിക്ക തൊള്ള തുറക്കാറിനാ അങ്ങനെ തുറന്നിങ്ങനെ ഉത്തർക്കുക. ഓ കാക്ക വല്ല പശുവിന്റെ കുതിരന്റെ പുറത്തിരിക്കണ ആരായിരിക്കുക? എന്തിന്റെ പുറത്തായിരിക്കണം വല്ല ബോധം. സൽമാൻ ചെല്ലങ്ങോട്ട് ഇതാരത്? പരിപാടിയൊക്കെ കഴിഞ്ഞത് പോലും മുതലറിഞ്ഞിട്ടില്ല. ഇപ്പോഴും വാ പൊളിച്ച് ഫുൾ സെറ്റപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ആരോ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നുണ്ട്. ഈ കാക്ക ഫോട്ടോ എടുക്കാൻ പോയിട്ടോ. 400 ബാത്തട്ടാണ് ഫോട്ടോ എടുക്കാൻ. 400 ബാത്ത് തന്നെ നാട്ടിലത്തെ ഒരു 1000-1100 റുപ്യ എന്തോ ഉണ്ട് ഫോട്ടോ കൂടെ. അതായത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ചെല്ലണ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്. പക്ഷെ ഇവൽക്ക് ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും മുതലിൻ്റെ വായൊക്കെ പിടിച്ച് വെച്ച്. ഇതാരടാ? പുലിമുരുകനോ? മുറുക മുറുക പുലി മുറുക. ഇതൊക്കെ റിസ്കി സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ റിസ്കുകളൊന്നും എടുക്കരുത്. നമ്മളെല്ലാം കാണാം. ഫുള്ള് ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണുക. അതാണ് ഏറ്റവും സേഫ്. ഇങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്യട്ടെ. അഥവാ അങ്ങനെ അതിന് തിരിഞ്ഞൊന്നൊക്കെ അടിച്ചണം തോന്നിയാ പോയില്ലേ. പിന്നെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയില്ല. തൽക്കാലം ഇപ്പം ഇങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. പഠിച്ചോനെ കാക്കം അങ്ങനെ തന്നെ നിൽക്കണേ. അതിൻ്റെ ഉള്ളിൽ തലടി അടിച്ചല്ലേ. തലട്ടിട്ട് പോയി കിളിയാക്കേ. ആ തല ഒന്ന് കൊടുക്കേ. ഐശ് ആളത് തല കൊടുത്തില്ല. ആകെ പോയി. വായൊക്കെ തുറന്ന് നിൽക്കുന്നു. ഇപ്പൊ നമ്മക്ക് എന്തായാലും എനിക്കെന്തായാലും മറ്റിൻ്റെ മേത്ത് കയറാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്താട്ടി ഇതാ ഒറിജിനല് ഇതിൻ്റെ മേത്ത് കയറി
എടുക്കാന്ന് വിചാരിച്ച്. മറ്റേ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. നബിലിന് കൈയിടണം തലയിടണം എന്നൊക്കെ പറയില്ലേനോ നട്ടോ. സ്പേസ് അവിടെ ഇല്ല. തൽക്കാലം നമ്മൾ ചെയ്യാൻ കയ്യിടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളി. ഇങ്ങനെയൊക്കെ ലാക്കിന് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ വേറെ കുറച്ച് അതിഥികളെ കണ്ടിട്ടുണ്ട്. ഇതാണ് കുറുനരി. ഗൈസ്, കുറുനരി മോഷ്ടിക്കരുത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കുറുനരി. ഇതെന്താ അങ്ങോട്ട് കൂടെ നടക്കുന്നത്? ജോഗിങ് ആണോ ബ്രോ? ഹായ് ബ്രോ. ഹലോ. ഇവനെന്താ പറ്റിയ? ടെൻഷനിൽ വന്നിട്ടുണ്ട്. ഫുള്ള് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരെ പോയി മീറ്റ് ചെയ്യട്ടെ. ഇതെന്താ പണി? എന്താ ഭദ്രു? വാല് കടിച്ച് ഭദ്രു ഡോ മച്ചാ. എണ്ണേ അത് പറ്റിയില്ല കേട്ടോ. ടഫിട്ട് നോക്കി ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്താ തിന്നണ? വാലോ? ഇവനെയും പറ്റില്ല. ഇവൻ കുറച്ച് ആക്റ്റീവാണ്. നേരത്തെ അതിൻ്റെ മുകൾക്കൊക്കെ കയറണുണ്ടോ? അപ്പുറത്തോൻ്റെ ഫുഡ് എടുക്കുക കള്ളൻ. അങ്ങോട്ട് തിരിഞ്ഞിക്കണം നേരെ നോക്കിയിട്ട്. എന്തൊക്കെ ഓട്ടണേ ഗൈസ്. നമ്മൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് പൂച്ചക്കൂട്ടിലേക്കല്ല, പുലിക്കൂട്ടിലേക്ക്. പക്ഷെ ഇത് പുലിക്കുട്ടികളാണ് കേട്ടോ. ചെറിയ പൈതലുകളാണ്. ഇതിലൊന്നും കാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? കടിയൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ? ഈ നിക്കണോക്കിയാ കടിച്ചു കൊന്നാലോ. ചെറുതാണെന്നുള്ള ബോധമാട്ടോ. എന്നൊക്കെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മെല്ലെ ചുറ്റി കൂട്ടി ഇടാനേ ഉള്ളൂ. ഓ, ഇക്കപ്പളെ ടെറർ നടത്താണ്, ആറ്റിറ്റ്യൂഡ് നടത്താണൊക്കെ. ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയാൽ പൊളിക്കും. ഏതോ ഇരുത്തം. എന്ത് രസം സാധനത്തിനെ കാണാന്. പുലിക്ക് പാല് കൊടുക്കാനായിട്ട് പാല് കയ്യിലുള്ളതുകൊണ്ട് കടിയൊന്നും കിട്ടുന്നില്ല. കുറച്ചു നേരം പാലിട്ടും നേരെ കൂട്ടത്. അപ്പം എന്താ വെച്ചാൽ അമ്മക്ക് കുറച്ച് ധൈര്യം കൂടുതലായതുകൊണ്ട് പുലിക്ക് പാൽ കൊടുക്കാൻ നിന്നില്ല. പകരം പുറത്ത് ഔട്ട്ഡോർ പുലിയുണ്ട്. സൂം ചെയ്തോ. മുളച്ചതാ. ബാക്കിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാല് ഇതൊക്കെ എന്താ വെച്ചാല് ഇത് അനങ്ങൂല. ഈ പുലി അനങ്ങൂല. മറ്റേ നമ്മൾ നേരത്തെ കണ്ട മുതലിൻ്റെ മാതിരിയാ. ആ ആള് വന്ന് കോലോട് ഇങ്ങനെ 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 കാട്ടണം, എന്നാലും അനങ്ങുള്ളൂ. എന്നാലും അനങ്ങുള്ളൂ. പക്ഷെ ഇത് പ്രതിമ അല്ല, ഒറിജിനൽ പുലി. ഒറിജിനൽ 2002 മോഡൽ. ഫുൾ ഓപ്ഷൻ. ഒരു പുലി കൊടുക്കാണ്ട്. ഫുൾ ഓപ്ഷൻ. ഒരു 2020 മോഡൽ പുലിക്കുട്ടി കൊടുക്കാണ്ട്. ഫുൾ ഓപ്ഷനാണ്. അനിയോ? പക്ഷെ അവരെ സമ്മതിച്ചേ മുഖത്ത് കൂടെ ഉറുമ്പ് അറ്റിച്ചിട്ടും അന്നങ്ങളിൽ ഒരു പ്രശ്നമില്ല. ഇല്ല. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. ഞങ്ങളിങ്ങനെ എന്തോ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ എവിടൊക്കെ പോവാന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണം. നമ്മൾക്ക് പറഞ്ഞൂടെ മാറണം. പോലെ ഒരുമാതിരി നോട്ടം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും. സൂ ശ്രീരാജന്റെ കേൾക്കൂലല്ലേ? അപ്പോൾ പുലിയും ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ലയൺ. വാക്ക് വിത്ത് ലയൺ. രാജാവ് എന്താ ഉറങ്ങണ? ബ്രോ കടിച്ചു കൈയിട്ട. തോന്നണത് എന്തോ കാര്യമായിട്ട് തിന്ന് കടന്നുറങ്ങാണ് പാവം. കുഴിമന്തി കുഴിമന്തി ഇവിടെ വാ. കുഴിമന്തി സാബാ സാബാ ബ്രോ.
കേരളത്തിൽ നിന്ന് വന്നാണ് കാണാനേ. പുലിന്റെ കൂട്ടിലെന്താ സൈക്കിളൊക്കെ അതാ 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 ആ അങ്ങനെ തന്നെ ആ വെറുതെ സംഭവം അതിന് കെട്ടിട്ടണേ ഈ നിക്കണോക്കിയാ കടക്കണോക്കാ സാധനല്ലേ. എന്ത് ജിമ്മിനോ വേണ്ടോ മസിലൊക്കെ വേഷം കെട്ടിക്കണ പോലല്ലേ മനുഷ്യൻ അല്ലേ? അഭിനയിക്കാണോ എന്താ മോനെ? എടാ അതിനെ കെട്ടിട്ടാണ് വെറുതെ അല്ല. ഞാൻ വിചാരിച്ചു നമ്മളെ മൈൻഡ് ഇല്ലാത്ത എന്താണ് അയച്ചു കൊടുക്കണോ? ഇജ്ജ് കൊടുക്കും, ഞാൻ വേണേ ഇവിടെ വീഡിയോ എടുക്കാം. സിംഹം ഗായ്സ് നമ്മളിപ്പോൾ കൂട്ടിലാണ് ഞാനും സൽമാനും. നമ്മളിപ്പോൾ കടുവനെ കാണാൻ വന്നത് കടുവാന്ന് നമ്മൾ എന്താ കാട്ടുന്നത്? തല കുത്തിന്ന് നോക്കുകയാണ് നമ്മളെ. ഏത് തല തിരിഞ്ഞു ഇതാണ് ഇപ്പോൾ ഒരു വ്യൂ. ഓനിപ്പോ ഞങ്ങൾ എങ്ങനെ കാണുക തീർച്ചയായും പറ്റില്ല കേട്ടോ. ഓന്റെ വ്യൂ ആണിത്. പക്ഷെ അത് തിരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് തിരി തോന്നുന്നുണ്ട് ഐഫോണിൽ. ബ്ലോഗ് കാണുന്ന തിരിയില്ലേ? ഏയ് ബ്രോ, ഇനി നമ്മൾക്ക് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് കാണാം. ഏയ് പാപ്പക്കൊട്ട കൈക്കോട്ട് കാമൻ്റെ കൈക്കോട്ട് സംഭവം ഞാൻ അതിനെ തുറന്നു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചിനി കാര്യം. ബ്രോ നേരത്തെ പോലെ എവിടെയും പ്രതിമ ഉണ്ടോ? ഇല്ല, ഇത് അതിന് ടച്ച ഫാനാ. സെറ്റപ്പ് ആ പറഞ്ഞേ പുലിക്ക് ഫാന്. ആ പുലി പൂക്കിയാട്ടോ. പുലിക്ക് ഫാന്, ഓട്ടാൻ സൈക്കിള്. ചൊറീന കണ്ണ് തട്ടണ്ടെന്നൊക്കെ. ഓയ് ബദറു ബദറു കണ്ണുത്തി കളിച്ച തിന്നോ? അല്ലാ പല്ല് കൈ കുടുങ്ങിയോ തൊള്ളല്? അല്ലാ എടുത്ത ആ അങ്ങനെ തന്നെ ബദറു. എന്തത് കാട്ടണേ? എനിക്ക് തോന്നുന്നുണ്ടാവും ഡിപ്രഷനിലാവുന്നുണ്ട്. ഫീലിംഗ് ലോൺലിയാണ്, ഒറ്റക്കല്ലേ പാവം. എടാ ഇതതിന് കീയാൻ വെച്ചാണോ? ഇങ്ങനെ മാറുണ്ടാവും. ആകെ കണക്റ്റ് ആവുണ്ടല്ലോ നമ്മള്. അതല്ല ഇതതിന് കീയാൻ വെച്ചാണോ? ഓ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കീഞ്ഞ് പോകണം ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇവിടെ എത്തും. ഏയ് ആ വീടണോ കെട്ടിട്ട്? പക്ഷെ എന്ത് കെട്ടിടല കെട്ടിട്ട് അനങ്ങാൻ പറ്റാത്തൊരു കെട്ടിടല്. ഏയ് ഡാ ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ സ്റ്റാഫ് ഓൾ ടൈംസ്. അതിന് സ്റ്റാഫ് ഇല്ലല്ലോ ഇവിടെ. അതാ കൈ തിന്നാ ഒന്ന് തിന്നാൻ കിട്ടാഞ്ഞിട്ട്. അല്ല അപ്പം ഞാൻ നക്കണേ കൈ പോരാ. കൈ ഒരു വൈബില്ലാന്ന്. എന്തൊക്കെ ഇപ്പം ചെയ്യണേ? ഒന്ന് എണീറ്റ് നിൽക്കും മുത്തേ, ഒന്ന് കാണട്ടെ. ഇതിനാരെ കുളിപ്പിച്ച് വെച്ചാട്ടോ. മനസ്സിലായി. മലയാളം അറിയോ? ഇല്ലല്ലേ, എണീറ്റില്ല. മലയാളം കുറച്ച് അറിയും. അതാണ് കുറച്ച് എണീറ്റ്. കുറച്ച് സുഹാറിന്റെ പാലാട്ടും തോന്നുന്നുണ്ട്. അല്ല കടന്നുറങ്ങിയേക്കാം. അയ്യോ ഫ്രെയിം പോയടാ. ഞാൻ ഷാമ്പു അതൊക്കെ ഏതാ ഭാഷ? ഷാമ്പുലോ അല്ലേ കടന്നുറങ്ങിയേക്കാം. ഒരു ഫുൾ ഓപ്ഷൻ കിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഉറങ്ങാൻ കുറേ സമയം. എടാ പൊട്ട നട്ടല് വളഞ്ഞു കൂട്ടോ. അല്ല ഇതിന് നട്ടലുണ്ടാവോ? ഉണ്ടാവില്ലല്ലേ, നട്ടലില്ലാത്ത ജീവി ഉണ്ടോ? തൽക്കാലം ഇന്നലെ നിരച്ച് പല്ല് കുടിക്കണം. എടുക്കണം. ഇനിയിപ്പോൾ കൈ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങും. കണ്ടിട്ട് കൊഞ്ചിച്ചാൻ കൊതിയാവുക. അത് ചെന്നാലോ? ഇതിപ്പോൾ എത്ര വയസ്സുണ്ടാവും? ഇത് വല്ല കൊണ്ട് കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട്. പക്ഷെ വലിപ്പം നോക്കുമ്പോൾ നല്ല പ്രായമുണ്ട്. അങ്ങോട്ട് കാട്ടിക്കൂട്ടിൽ വലിയ പ്രായമില്ലേ. എത്ര ചെയ്യണോക്കിയാ നിൽക്കണോക്കിയാ? അതാ ഈ നിൽക്കലൊന്നും ആവില്ല. അടുത്തുനിന്നാ ഒറ്റ തിന്നലേ കടം. ഞം 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 ഞം. സൽമാനൊക്കെ 2 ഞം ഞമ്മന്ന് തീരും. ഞാനൊറ്റ ഞം ഞമ്മ തീരും. ഞാൻ വേഗം തീരുമല്ലോ. പിന്നെ അങ്ങനെ ഞമ്മ ഉണ്ടാവില്ല. ഞങ്ങൾ എന്തേലും കാട്ടെ. ഞങ്ങള് കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് വന്നിട്ട് ഈ കടത്തപ്പൊലിഞ്ഞ കടത്തം എന്തേലൊക്കെ ഒന്ന് കാട്ടി നോക്കി. എന്താ ചെയ്യുന്നത്? ഒന്നും വേണ്ട, ഒന്ന് നീച്ചെന്നാ മതി, വേറെ ഒന്നും കാട്ടണ്ട. ആ തണ്ടും തടിയൊക്കെ ഇല്ല എനിക്ക് തോന്നുന്നു. എണീറ്റ് നോക്കിയാ അത് ഇങ്ങനെ തൊള്ളയിലും കൈയിട്ട് ചെറിയ ചെറിയ കുട്ടിയാണ് തോന്നിട്ടോ. തൊള്ളയിലൊക്കെ കൈയിട്ട് ഇങ്ങനെ. ഓ ഇതേതാ
ഇതിന് അനക്കൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ടൈഗർ ഷോക്കാണ്. കുറച്ച് ലേറ്റായി, പരിപാടി തുടങ്ങി തോന്നുന്നുണ്ട്. മ്യൂസിക് കേൾക്കണം. ടിക്കറ്റ് പൂച്ചക്കുട്ടിയോ? അത് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യണേ. ഒരു പിഞ്ചുബാലിന്റെ അത്ഭുത പ്രകടനമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കമ്പിമ്മ കൂടെ നടക്കാൻ പോവാ. മോനെ എവിടെ കേറി നിൽക്കണേ? ഡിസ്ക് ആ ഒരു വടിയും പേടിച്ചാണ്ട് അങ്ങനെ നിൽക്കണത്. ആറ്റിറ്റ്യൂഡിലുള്ള നടത്തം മാത്രമേ ഉള്ളൂ, നടത്തത്തിനൊരു കുറവില്ല. അങ്ങനെ ചങ്ങന്മാര് ഇവലൊക്കെ വിചാരിച്ച ഒറ്റടി 2 കടിച്ചലിന് തീർക്കാവുന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഓല് മൂട്ടിനടിച്ചതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്നെടുക്കുക. ആനക്കാനൻ്റെ വലിപ്പറിയില്ല പറഞ്ഞ മാതിരി ഇവൽക്ക് വില ലെവൽ എന്താണെന്ന് ഇവൽക്കും അറിയില്ല. ആ പോണതാ സാറ് പറഞ്ഞാൽ നമ്മളത് ചെയ്യും സാറേ. അറ്റം കയറിക്കണ നോക്കിയാ അവിടുന്ന് തലേക്ക് ചാടാൻ കിട്ടും. എന്താ കൊടുക്കണേ? ആ തിന്നാൻ കൊടുത്തു. തിന്നാൻ കൊടുത്തായി വില പറഞ്ഞു. എല്ലാവരും കയറിയിട്ട് സ്റ്റേജിന്റെ മുകളിൽ അതാ എല്ലാത്തിനെയും നിർത്തി. എത്തപ്പ തിറ്റുള്ള കഥ നിക്കണോക്കിയ അതാ പുലിനെ ചാടിച്ചു. ഞാൻ ചാടാന്നൊക്കെ ചാടാൻ വിളിച്ചാൻ കാത്തൊക്കെ ഇറങ്ങി ചാടാൻ. എൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ വിളിക്കട്ടെ. എന്നെ വിളിക്കൂ, ഞങ്ങളെ വിളിക്കൂ. എന്തെങ്കിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കും. കാട്ടിലാണെങ്കിലേ കടിച്ച് തിന്ന് തീർത്തിന് ഇപ്പം എന്നൊക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കയർമലൂടെയുള്ള നടത്താട്ടോ. കയറാനല്ലത് എനിക്ക് ഡിസ്കുകൾ ഇങ്ങനെയൊക്കെ ചെയ്യണായിട്ട് ഇടങ്ങേറാവുക. അതാ എന്തപ്പത്? ആകെയുള്ള നാട്ടിലുള്ള ലോകത്തുള്ള എല്ലാ കടുവകൾക്കും ചീത്തപ്പേരായി.
പറയിപ്പിച്ചു. അപ്പൊ കാട്ടിലുള്ള പുലി ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. നിങ്ങളിങ്ങനെ കാട്ടി ആകെ നിങ്ങളെ വില കളയാണ് ഇവിടെ തായ്ലൻഡില്. 2 ഇറച്ചി കഷ്ണത്തിനും വേണ്ടിയിട്ട് ഇവിടുന്ന് കോപ്രായം കാട്ടുക. അതാ ഞാൻ കയർമ കൂടെ കയറുന്ന പറഞ്ഞേ. കയർമ കൂടെ ഇവനല്ല കേട്ടോ. ആടാ ഇറച്ചി കിട്ടി, അതിനാണ് ഇപ്പൊ ആ കാട്ടിക്കൂട്ടിയത് കാക്ക. അതിമ്മ കൂടെ നടക്കും. ഒരു പിഞ്ചു ബലന്റെ അത്ഭുത പ്രകടനമാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ പഠിച്ചത്? കാക്കപ്പാവം കടുവ മെനക്കിടുക. റിട്ടേണും ഉണ്ടോ? ഒരു ഇറച്ചിട്ടി. ഈ പുലിക്കും പൂച്ചക്കും ഇങ്ങനത്തെ കഴിവുണ്ട്. കാരണം ബാക്കത്തെ കാലം ഓൽക്ക് കറക്റ്റ് ടൈമിൽ തന്നെ വെക്കാനുള്ള കഴിവുണ്ടടാ. പക്ഷെ പട്ടിക്കില്ല എന്നാണ് കഴിവുണ്ടോ കഴിവില്ലെന്ന് പറയാ. അല്ല കാര്യം പറഞ്ഞ കാരണം അതിന്റെ ബാക്കത്തെ കാലം കാണുന്നുണ്ടോ? കറക്റ്റ് അതായത് മുന്നത്തെ കാലം വെച്ചു കൊടുത്താണ് പിന്നെ ബാക്കത്തെ കാലം കടുവ മുന്നത്തെ കാലം ഇവിടെ വെക്കണേ. അവിടെ തന്നെ ആണ് ബാക്കത്തെ കാലം വെക്കണേ. എന്താ ചെയ്യണേ? നമസ്കാരം. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ടൈഗറിന്റെ കൂടെ ഒരു ഫോട്ടോ ആണ് ഗൈസ്. അതേപോലെ എടുത്താൽ നമുക്ക് അതേപോലെ നിർത്താം. ഇങ്ങനെ ചാരി നിൽക്കാം. എന്ത് പേടി? പുലിനൊക്കെ നമ്മൾ എത്ര കണ്ട. അതെ ഞങ്ങൾ ഇത്രയും നേരം ഇത് വെച്ചിട്ട് എടുക്കണം. അങ്ങോട്ട് അല്ലെങ്കിൽ അതെ വരിയൊന്നും എടുക്കണം. അനക്ക് പേടിയുണ്ടോ? പുലിനല്ലേ? അഥവാ എങ്ങാനും അതിനെന്തേലൊക്കെ തോന്നി നമ്മളെ കടിക്കുവോ? സാധനം വെട്ടിക്കൊടുത്താലോ? ഉറങ്ങാണോ? അല്ല ഇതാണ് കാട്ടിലെ പുലി. കാട്ടിലെ പുലി നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു. കാട്ടിലെ പുലി അതാ പുലിക്കുട്ടികളൊക്കെ ഉണ്ടേ. നോക്ക് കുറെ എണ്ണം. ഇത് പെൺപുലി വന്നിട്ടുണ്ട്. പുലിയും കടുവയും അതെനിക്ക് മാറിപ്പോണ്ട്. പുലിയാണോ പുലി കമന്റ് ഇടും. പുലിയാണോ പെണ്ണ് കടുവയാണോ പെണ്ണ് എന്നുള്ളത് ഒന്ന് കമന്റ് ഇടും. ഗർ എന്ന് പറഞ്ഞ പെണ്ണ് ആണോ? അപ്പൊ ഗൈസ് നമ്മളുള്ളത് കടുവന്റെ കൂടെയാണ്. എടാ സീനൊന്നുമില്ല. അപ്പൊ ഗൈസ് നമ്മള് പുലി സാർ ഷോർട്സ് എടുത്തോ പുലി സാറോ. ഓ ഇത് നമ്മള് സീനാട്ടോ. നമ്മള് വിചാരിക്കണ പോലെ നല്ല മസില്. ഓ നല്ല സാധനം. മറ്റേ ഫിറോസ്ക പറയണ മാതിരി